ഇത് കൊടുവള്ളി, ഒട്ടേറെ പൈതൃകങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും സുവർണ നഗരി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊടുവള്ളിയുടെ മണ്ണിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത് PK ഫിറോസാണ്. യുവ കേരളത്തിന്റെ ആവേശമായ PK ഫിറോസ്. കൊടുവള്ളിയെക്കുറിച്ച് ഓർക്കുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആലോചന എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത്, ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഈ കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ ചക്കാലക്കൽ ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ ലീഡറായിട്ടാണ് എന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ മണ്ഡലത്തിലെ ചക്കാലക്കൽ സ്കൂളിൽ സ്കൂൾ ലീഡറായാണ് ഫിറോസിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. മുക്കം മാമോ കോളേജിലും കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക്കിലും വിദ്യാർത്ഥി യൂണിയൻ അംഗമായി കലാലയ രാഷ്ട്രീയത്തിൽ വിദ്യാർത്ഥികളുടെ ശബ്ദമായി. കോഴിക്കോട് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് LLBയും MG സർവകലാശാലയിൽ നിന്ന് LLMും കരസ്ഥമാക്കി. ഇക്കാലയളവിൽ MSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ അവകാശ പോരാട്ടത്തിന്റെ മുന്നണിയിൽ എത്തിക്കാൻ ഈ പോരാളിക്ക് സാധിച്ചു. 2 തവണ MSFന്റെ സംസ്ഥാന അധ്യക്ഷനായി. PK ഫിറോസ് കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തുന്നു. PK ഫിറോസ് മാധ്യമങ്ങളെ കാണുന്നു. സമരങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചു. അഴിമതിയും സ്വജനപക്ഷപാതവും സ്ഥിരം തൊഴിലാക്കിയ സർക്കാരിനെ തെളിവുകൾ നിരത്തി പ്രതിരോധത്തിലാക്കി. ആ പോരാട്ടം ഫലം ചെയ്തു. സർക്കാരിന് പല തീരുമാനങ്ങളും ചവറ്റുകുട്ടയിലേക്ക് എറിയേണ്ടി വന്നു. ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. മന്ത്രി KT ജലീൽ രാജിവെച്ചിരിക്കുന്നു. കേന്ദ്ര ഭരണത്തിലെ ഫാഷിസ്റ്റ് പ്രവണതകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സമരങ്ങൾക്ക് യൂത്ത് ലീഗ് നേതൃത്വം നൽകി. You are not alone. We all are with you. Not only Muslim Youth League, not only Keralites, all Indians who believe secularism, who believes pluralism, who believes Indian Constitution, we all are with you. യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തുടരുന്ന ഫിറോസിനെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തി. അമേരിക്കൻ സർക്കാരിന്റെ ഇന്റർനാഷണൽ വിസിറ്റേഴ്സ് ലീഡർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കെടുത്തു. ഗൈജിന്റെ ക്ഷണപ്രകാരം വിവിധ രാജ്യങ്ങളിലെ സെമിനാറുകളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വൈറ്റ് ഗാർഡ് എന്ന ഐതിഹാസികമായ വോളണ്ടിയർ ടീം രൂപീകരിച്ചു. പ്രളയകാലത്തും കോവിഡ് കാലത്തും മുണ്ടക്കൈ, ചൂരൽമല ദുരന്ത മേഖലയിലും ആ സന്നദ്ധ സേന കേരളത്തിന്റെ പ്രശംസ പിടിച്ചുപറ്റി. പ്രതിസന്ധി കാലത്ത് ഒരു യുവജന സംഘടനയ്ക്ക് സാധ്യമായതെല്ലാം PK ഫിറോസ് ചെയ്തു. ഈ നാട്ടിൽ ഒരു പ്രയാസമുണ്ടായാൽ, ഈ നാട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ, ഈ നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായാൽ, ഈ നാട്ടിൽ ദുരിതമുണ്ടായാൽ അവിടെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾക്കൊരു വളണ്ടിയർ വേണോ? മുസ്ലിം ലീഗിന്റെ വയനാട് പുനരധിവാസ പദ്ധതിയുടെ സബ് കമ്മിറ്റി മെമ്പറായി 100 കണക്കിന് മനുഷ്യരുടെ കണ്ണീരൊപ്പുന്ന മഹത്തായ പദ്ധതിയുടെ ഭാഗമായി. വികസന മുന്നേറ്റത്തിന്റെ യൂത്ത് വൈബിനാണ് കൊടുവള്ളി ഇനി സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക്, നിങ്ങളുടെ വികസന സങ്കല്പങ്ങൾക്ക് ചിറക് നൽകാൻ നിങ്ങളിലൊരുവനായി ഞാനുണ്ടാകുമെന്ന ഉറപ്പാണ് എനിക്ക് ആദ്യമായി നിങ്ങൾക്ക് നൽകാനുള്ളത്. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. റോഡുകൾ, പാലങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരു നാടിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമാണ് പ്രഥമ പരിഗണനയായി ഞാൻ ആഗ്രഹിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം, കൊടുവള്ളി മണ്ഡലത്തിൽ അംഗനവാടി തലം മുതൽ കോളേജ് തലം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നവീകരിക്കണം, പുതിയ കോഴ്സുകൾ കൊണ്ടുവരണം. ഇന്ന് കാലം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കോഴ്സ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തൊഴിൽ കിട്ടാൻ സാധ്യതയുള്ള രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. അതിനായി ഒരുപാട് പദ്ധതികൾ എൻ്റെ മനസ്സിലുണ്ട്. ആ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നിങ്ങൾ കൂടെ നിന്നാൽ. നമ്മുടെ നിയോജകമണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും പ്രത്യേകം സാധ്യതകളാണുള്ളത്. ഉദാഹരണത്തിന് കട്ടിപ്പാറ പഞ്ചായത്ത് എടുത്താൽ 10 കൊല്ലം മുമ്പ് UDF കേരളം ഭരിക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായപ്പോൾ, PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് വ്യവസായ മന്ത്രിയായപ്പോൾ തുടങ്ങിയ ഇൻഡസ്ട്രിയൽ പാർക്ക് പിന്നീട് ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് പോകാൻ ഈ നാട് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സമ്മതിച്ചിരുന്നില്ല. നമ്മൾ ജയിച്ചാൽ, UDF അധികാരത്തിൽ വന്നാൽ ആ ഇൻഡസ്ട്രിയൽ പാർക്ക്, ഇൻഡസ്ട്രിയൽ സോൺ യാഥാർത്ഥ്യമാക്കണം.
ടൂറിസം മേഖലയിൽ ഒരുപാട് സാധ്യതയുള്ള ഒരു പ്രദേശം കൂടിയാണ് കട്ടിപ്പാറ പഞ്ചായത്ത്. അവിടെയാണ് അമരാട് വെള്ളച്ചാട്ടമുള്ളത്. ആ ടൂറിസം സാധ്യതയെ ഉപയോഗപ്പെടുത്തി ആ നാട്ടിൽ എന്തെല്ലാം വികസനം കൊണ്ടുവരാൻ സാധിക്കും, ഒരു ഇൻക്ലൂസീവായ ഒരു സമഗ്രമായ വികസനം എങ്ങനെ സാധ്യമാക്കാൻ സാധിക്കും എന്നതിനെ സംബന്ധിച്ചുള്ള കൂട്ടായ പരിശ്രമം അനിവാര്യമാണ്. നമ്മുടെ നാട്ടിലെ കൊടുവള്ളി മണ്ഡലത്തിലെ യുവാക്കളായ കായിക താരങ്ങൾ, അവർക്ക് നല്ല കളിസ്ഥലം വേണം എന്നുള്ളതാണ് എല്ലായിടത്ത് പോകുമ്പോഴും അവരാവശ്യപ്പെടുന്നത്. നമുക്ക് നല്ല കളിസ്ഥലങ്ങൾ ഉണ്ടാക്കണം, അതിനായി സ്ഥലം കണ്ടെത്തണം, അവിടെ നല്ല ഗ്രൗണ്ടുകൾ നിർമ്മിക്കണം. അതിന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന വാക്കാണ് പ്രിയപ്പെട്ട കായിക താരങ്ങളോട് എനിക്ക് നൽകാനുള്ള വാക്ക്. താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റൽ ഒരു താലൂക്ക് ഹെഡ്ക്വാർട്ടറായി ഉയർത്തണം എന്നുള്ളത് എത്രയോ കാലമായ ആവശ്യമാണ്. നമുക്കത് നടപ്പിലാക്കണം. ഹെൽത്ത് സെൻ്ററുകൾ കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തണം. ഒരു രോഗി ഒരു ഹെൽത്ത് സെൻ്ററിനെ സമീപിച്ചാൽ, താലൂക്ക് ആശുപത്രിയെ സമീപിച്ചാൽ, അവൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പരിഹാരം കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഹെൽത്ത് സെൻ്ററുകളും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയും ഒക്കെ കൊതിക്കുന്നത്. നമുക്കത് സാധ്യമാക്കണം. ഫ്രഷ് കട്ട് പ്രശ്നം ഉൾപ്പെടെ കൊടുവള്ളിക്കാരുടെ വേദനകളെ PK ഫിറോസ് ഏറ്റെടുത്തു കഴിഞ്ഞു. ആ സമര ജീവിതത്തിലെ അനുഭവ പാഠങ്ങൾ കൊടുവള്ളിയുടെ രക്ഷയ്ക്കെത്തുമെന്ന കാര്യം ഉറപ്പാണ്. മണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളെയാണ് ഇത് സാരമായി ബാധിക്കുന്നത്. മലിനീകരണം കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ, വീട്ടിൽ പോലും ഉറങ്ങാൻ കഴിയാതെ ആയിരക്കണക്കിന് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ഫ്രഷ് കട്ട് പുറത്തുവിടുന്ന മാലിന്യങ്ങൾ പുഴകളെ മലിനീകരിക്കുന്നു എന്ന് മാത്രമല്ല, അന്തരീക്ഷത്തെയും ശുദ്ധവായുവിനെയും ഒക്കെ തകർക്കുന്ന രീതിയിലാണ് ഫ്രഷ് കട്ടിൻ്റെ പ്രവർത്തനം ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. സമരത്തിൻ്റെ നാൾവഴികളിൽ എന്നാലാവുന്ന രീതിയിൽ ആ സമരത്തോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചു എന്ന ഒരു ചാരിതാർത്ഥ്യമുണ്ട്. സമരപന്തലിൽ നേരിട്ട് ചെന്ന് സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ, ഈ സർക്കാർ ജയിലിലടച്ച സമരക്കാരെ ജയിലിൽ ചെന്ന് സന്ദർശിച്ച് അവർക്ക് ആശ്വാസം പകരാൻ, ഈ നാട് ഭരിക്കുന്ന സർക്കാരിനോട് നിരന്തരമായി നിങ്ങൾ കാണിക്കുന്നത് അനീതിയാണ്, ഈ ഫ്രഷ് കട്ട് അടച്ചുപൂട്ടി ആയിരക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിൽ നിന്ന് അടിയന്തരമായി ഒരു മോചനമുണ്ടാക്കണം, അവർക്ക് പരിഹാരമുണ്ടാക്കണം എന്ന് സംസാരിക്കാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും കേരളം ഭരിക്കുന്ന സർക്കാർ അതൊന്നും കേൾക്കുന്നതായി ഭാവിച്ചില്ല. അല്ലെങ്കിൽ അങ്ങനെ കേൾക്കുന്നൊരു സർക്കാർ അല്ല ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിരന്തരമായി ഫ്രഷ് കട്ട് സമരക്കാരെ, ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ വീണ്ടും വീണ്ടും വേട്ടയാടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സമരത്തിൽ പങ്കെടുത്തു എന്നതിൻ്റെ പേരിൽ അവരെ നിരന്തരമായി കേസുകളിൽ ഉൾപ്പെടുത്തി, കേസുകൾ എന്ന് പറയാൻ പറ്റില്ല, കള്ളക്കേസുകളിൽപ്പെടുത്തി അവരെ പീഡിപ്പിക്കുന്ന ഒരു സർക്കാരിനെതിരെയുള്ള ജനവികാരം ഇന്ന് ഉയർന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, കേരളത്തിലൊരു ഭരണമാറ്റമുണ്ടായാൽ, ഒരു ജനപ്രതിനിധിയായി നിങ്ങളെന്നെ തെരഞ്ഞെടുത്താൽ, ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരണത്തിൽ വന്നാൽ, ഫ്രഷ് കട്ട് അടച്ചുപൂട്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കേരളത്തിൻ്റെ പ്രതിപക്ഷ ഉപനേതാവുമൊക്കെ അക്കാര്യം നിങ്ങളോട് നേരിട്ട് വന്ന് ഉറപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ്. ആ ഉറപ്പ് പാലിക്കാൻ എന്നാലാവുന്നത് നിങ്ങളോടൊപ്പം നിന്ന് ചെയ്യാൻ ഞാൻ ഉണ്ടാകും എന്ന വാക്കാണ് ഈ അവസരത്തിൽ എനിക്കും നൽകാനുള്ളത്. കേരളം മാറുകയാണ്. അനിവാര്യമായ ഭരണമാറ്റത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. ഇടത് ദുർഭരണത്തെ തൂത്തെറിഞ്ഞ് തിളക്കമുള്ള നാടിനെ വീണ്ടെടുക്കാനായി കേരളീയ ജനത കാത്തിരിക്കുകയാണ്. നിങ്ങളൊന്ന് വന്ന് പറയൂ, പ്രതിപക്ഷത്തുള്ളവർക്ക് ഇതേ തരൂ എന്ന് അങ്ങ് പ്രഖ്യാപിക്കണം. ഞങ്ങൾ 2ാം തരം പൗരന്മാരാണ് അല്ലേ? നിങ്ങളുടെ ദൃഷ്ടി ഞങ്ങൾ ഓടളിക്ക് വന്നതല്ല, അവിടെ നിങ്ങളെ തോൽപ്പിച്ച് ജയിച്ചു വന്ന MLA ആണ് ഞാൻ. സർ, അവിടെയുള്ള തൊട്ടടുത്ത അയൽവാസിക്ക് കൊടുക്കുന്ന ഒന്നും എനിക്ക് തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല സർ. അതിന് അങ്ങയുടെ മുന്നിൽ വന്ന് ഞാൻ ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുക സർ. സർ, നരിക്കുനി ഫയർ സ്റ്റേഷൻ എനിക്ക് അംഗീകാരം കിട്ടിയിട്ട് എത്ര സമയമായി സർ? ആ അംഗീകാരം തന്നിട്ട് 3-4 വർഷമായി. ഇവിടെ മുഖ്യമന്ത്രി എനിക്ക് അഷുറൻസ് തന്നാണ്. നിങ്ങൾ അത് 5 ഫയർ സ്റ്റേഷനിൽ 2 മതിയെന്ന് തീരുമാനിച്ചു, അല്ല 4 മതിയെന്ന് തീരുമാനിച്ചു. ആ 4 മറ്റുള്ളവർക്ക് കൊടുത്ത് അവരൊക്കെ പോസ്റ്റർ ഇറക്കുമ്പോൾ ഞാനവിടെ വായി തുറന്നിരിക്കുക സർ. ഞങ്ങളവിടെ ഭൂമി വേണമെന്ന് പറഞ്ഞ് ഭൂമി കൊടുത്തു സർ. സർ, എൻ്റെ താമരശ്ശേരി താലൂക്ക് ആശുപത്രി മുഖ്യമന്ത്രി തീരുമാനിച്ചതാണ് ഈ ബഡ്ജറ്റിൽ കൊണ്ടുവരണമെന്ന്. അതനുസരിച്ച് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഹെൽത്ത് സെക്രട്ടറിയും ഒക്കെ എഴുതി അങ്ങേക്ക് തന്നു. അങ്ങ് പറഞ്ഞത് പണ്ട് നബാർഡിലുള്ളതുകൊണ്ട്
ഇനിയിപ്പോൾ ആ നബാർഡ് എങ്ങനെ പോയി എന്നുള്ളതിൻ്റെ വിവരം എനിക്ക് തരണമെന്നാണ്. എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല സാർ. സാർ പക്ഷെ അവിടെ വന്ന് പറയണം, ഇവനെ ഞങ്ങൾ രണ്ടാം തരം പൗരനായി കാണുന്നതുകൊണ്ട് തരാൻ പറ്റില്ല എന്ന്. സാർ ഞാൻ വൈകാരികമായി പറയുകയാണ്. അങ്ങനെ മുന്നിൽ വന്നിരിക്കും ഞാൻ. ഒരു മണ്ഡലത്തെ ഇങ്ങനെ വിവേചനത്തോടു കൂടി കാണരുത്. കഴിഞ്ഞ 5 വർഷം കൊടുവള്ളി മണ്ഡലത്തിലെ MLA ഡോക്ടർ MK മുനീറിനോട് കടുത്ത അവഗണനയാണ് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ കാണിച്ചത്. അന്നാദ്യമായി കേരള നിയമസഭയിൽ MK മുനീർ സാഹിബ് പൊട്ടിത്തെറിച്ചത്, വൈകാരികമായി പ്രസംഗിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നിട്ടും കഴിഞ്ഞ 5 വർഷക്കാലം 700 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഒന്ന് മാത്രമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, നിങ്ങളെല്ലാവരും സ്വപ്നം കാണുന്ന വികസന പദ്ധതികൾ കൊടുവള്ളി മണ്ഡലത്തിൽ നടപ്പിലാക്കണമെങ്കിൽ കേരളത്തിലൊരു ഭരണമാറ്റം അനിവാര്യമാണ്. ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാലാണ് നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ സാധ്യമാക്കാൻ കഴിയുക. അതിനായി നിങ്ങൾ കൂടെ നിൽക്കണം എന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മാറ്റത്തിന്റെ ഭാഗമാകാൻ കൊടുവള്ളിയുണ്ടാകും. എല്ലാവരെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ തീയതി പ്രഖ്യാപിച്ചപ്പോൾ വളരെ കുറഞ്ഞ ദിവസമാണ് ഓരോ സ്ഥാനാർത്ഥിക്കുമായി അനുവദിച്ചത്. എങ്കിലും പരമാവധി ഞാൻ ഓടിയെത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെ ആരെങ്കിലും നേരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇതൊരു അഭ്യർത്ഥനയായി കണക്കാക്കി നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ കോണി അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ, നിങ്ങളുടെ അയൽവാസികളുടെ വോട്ടുകൾ കോണി അടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കാൻ നിങ്ങളോട് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. PK ഫിറോസിനെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാം.